ഹലോ ഗേസ്, ഇതൊരു കുട്ടി സർപ്രൈസ് വ്ലോഗാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് വേണേലും പറയാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഫസ്റ്റ് ലിഡിൽ പോവാം. അവിടുന്ന് ഇതേ സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങി കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ലക്ഷ്യസ്ഥാനം വരുന്നത് പ്രൈമാർക്കാണ് കേട്ടോ. ഇതേ നോക്കിക്കേ, മുറ്റത്ത് എന്തോരം മൈനകളാണെന്ന്. അങ്ങനെ നമ്മൾ പ്രൈമാർക്കിലെത്തി കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് അലങ്കോല പണികളുടെ സാധനങ്ങളാണ് വാങ്ങിക്കാനുള്ളത്. അയ്യോ, പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. സർപ്രൈസ് ആക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. റിജു കുറച്ച് ഡേയ്സ് ആയിട്ട് വീട്ടിലില്ല കേട്ടോ. അവരുടെ ഒരു പുതിയ ഷോപ്പിന്റെ ഓപ്പണിംഗ് ആയിട്ട് റിജു അവിടെയാണുള്ളത്. സോ റിജു വരുന്നതിന്റെ തലേദിവസം പെട്ടെന്ന് എനിക്ക് ഉദിച്ചൊരു ഐഡിയ ആണ് റിജുക്ക് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന്. ആർക്ക് എപ്പോൾ എങ്ങനെ സർപ്രൈസ് കൊടുക്കാന്ന് ആലോചിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട അലങ്കോല വസ്തുക്കളൊക്കെ നമ്മൾ മേടിച്ചു കേട്ടോ. ഇനി ഒരു പ്ലേറ്റ് കൂടെ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ അതും മേടിച്ച് പിന്നെ ഞാനോടത്ത് ഒരു കാർഡും കൂടി ഇരുന്നോട്ടെ. എന്തിനാ അതും കൂടെ കുറയ്ക്കുന്നതെന്ന്. എനിക്കിങ്ങനെ കാർഡൊക്കെ കൊടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഫുൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. കറക്റ്റ് വീട്ടിലെത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിജോ വിളിച്ച് ഞാൻ എങ്ങനെയോ പിടിച്ചു നിന്നു. തലനാര് കേക്കാണ് രക്ഷപ്പെട്ടത്, അല്ലേ എന്നെ കൈയോടെ പൊക്കിയേനെ. അടുത്തതായി നമുക്ക് ഗോതയിലോട്ട് ഇറങ്ങാം. അതിന് ആദ്യം തന്നെ ഷാൻജിയുടെ വീഡിയോ കാണണം, അത് മസ്റ്റാണ്. അങ്ങനെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത് ചിക്കൻ സ്റ്റൂവും നീർദോശയാണ് കേട്ടോ. നീർദോശ ഞാൻ ഇവിടെ വന്ന് ബുസിയുടെ കൂടെ കൂടി പഠിച്ചാണ്. കാസർഗോഡുകാരുടെ ഒരു മെയിൻ ഐറ്റമാണ് നീർദോശ. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി ഫുൾ സെറ്റാക്കി കേട്ടോ. ഇനി നമുക്ക് റൂമിലുള്ള അലങ്കോല പണികളും കൂടെ ചെയ്യാം. സാഹചര്യക്കുറവും സമയക്കുറവും കൊണ്ട് എൻ്റെ കഴിവ് മൊത്തം പുറത്തിറക്കാൻ പറ്റിയില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ തട്ടിയും മുട്ടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കാർഡിൽ ചെറുതായിട്ട് ഞാൻ റിജോയ്ക്ക് ഒരു അപ്രീസിയേഷൻ പോലെയൊക്കെ എഴുതി കേട്ടോ. അങ്ങനെ ഫുൾ സെറ്റാക്കി ഇനി റിജോ വരാനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇതേ നമ്മുടെ ഡെക്കോറൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എനിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. റിജോ വന്ന ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് ആകെ കയ്യിൽ നിന്ന് പോയിട്ട് എൻ്റെ ക്യാൻഡിലൊന്നും പ്രോപ്പറായി കത്തിക്കാൻ പറ്റിയില്ല കേട്ടോ. അതിലും മണ്ടത്തരം കാണിച്ചത് ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചത് ഓണാക്കാൻ വിട്ടുപോയി. ബട്ട് എന്തോ ഭാഗ്യത്തിന് ഞാൻ എൻ്റെ കയ്യിരുന്ന ഫോണിൽ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ആൻഡ് ഹിയർ കംസ് ദ സർപ്രൈസ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ല ഹാപ്പി ആയിട്ട് ആ ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.